ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 9445, പവന് 75,560. 18 ക്യാരറ്റ് ഗ്രാമിന് 7805, പവന് 62,440. വെള്ളി ഗ്രാമിന് 125 രൂപ, കിലോഗ്രാമിന് 1,20,20,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. ഇനി പകൽ വാർത്തയാണ്. അശ്വതി പിള്ളശ്ശേരി. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ കൂടിയാണ്. നേർവഴിക്ക് നടത്താൻ, തെറ്റുകൾ പറഞ്ഞു മനസ്സിലാക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോഴത്തെ അക്രമ സംഭവങ്ങളിൽ 99% ലഹരിയുടെ, പ്രത്യേകിച്ച് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുവന്നെത്തിക്കുന്ന ഡ്രഗ്സിന്റെ ഉപയോഗമുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇത് നിസ്സാരമല്ല. കണ്ടില്ലെന്ന് നടിക്കാൻ ആർക്കുമാവില്ല. ജീവിതം ഒട്ടേറെ ബാക്കിയുണ്ടെന്ന് യുവതലമുറ മനസ്സിലാക്കണം. സ്നേഹിക്കാൻ, സർഗാത്മകത, ലഹരിയുടെ സഹായമില്ലാതെ വളർത്താൻ അവർക്ക് കഴിയണം. നിയമത്തിന്റെ ശക്തി അവരെ ബോധ്യപ്പെടുത്തണം. സേ നോ ടു ഡ്രഗ്സ്, എ ബിഗ് യെസ് ടു ലൈഫ്. പെരുകുന്ന കുറ്റകൃത്യങ്ങളുടെ വാർത്തകൾ എല്ലാ ദിവസവും വായിച്ച് തളരുന്ന കാലമാണ് മാധ്യമപ്രവർത്തക എന്ന രീതിയിൽ ഇപ്പോൾ. അതിൽ മിക്കതിലും കാരണം ലഹരിയാണെന്നും പ്രതികളാകുന്നതും ഇരകളാകുന്നതും പുതിയ തലമുറയിലെ കുട്ടികളാണെന്ന് കൂടി പറയേണ്ടി വരുമ്പോൾ രക്ഷാകർത്താവ് എന്ന നിലയിൽ സമാധാനം പോലും കെട്ടുപോകുന്ന സമയമാണ്. ആരെയാണ് തിരുത്തുക? ആരെയാണ് നന്നാക്കുക? ഈ പുതിയ തലമുറയാണോ, അതോ അവർക്ക് മാതൃകയാകേണ്ട നമ്മളെ തന്നെയാണോ? 4ാമത്തെ പെഗിൽ ഐസ് ക്യൂബ് വീഴുമ്പോൾ ഞാൻ എവിടെ എത്തുമെന്ന് പറയുന്ന നായകനെ വേണ്ട എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് കഴിഞ്ഞിട്ടില്ല. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും എഴുന്നേറ്റ് വരാൻ ലഹരിയൊപ്പം വേണമെന്നും വിഷമത്തിലും സന്തോഷത്തിലുമെല്ലാം ലഹരി കൂടെ ഉണ്ടാകണം എന്ന് പറഞ്ഞ തലമുറയാണ് നമ്മുടേത്. ലഹരിക്ക് കുടുംബ സദസ്സുകളിൽ ഉണ്ടായിരുന്ന ടാബു പോലും തുടച്ചു കളഞ്ഞ തലമുറയാണ് നമ്മുടേത്. അച്ഛനും അമ്മയും കുട്ടികളുടെ മുന്നിലിരുന്ന് മദ്യപിക്കുന്ന കാലത്ത് ഇതിലും വലിയ ലഹരിയിലേക്ക് കടക്കരുതെന്ന് കുട്ടികളോട് ആ രക്ഷിതാക്കൾക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക? നോക്കൂ, കൈവിട്ടു പോകുന്നത് നമുക്കാണ്. അതിന്റെ വലിയ വിപത്ത് അനുഭവിക്കുന്നത് പുതിയ തലമുറയും. ലഹരിക്ക് അടിമയാകാതിരിക്കൂ, സ്വതന്ത്രരാകും. ലിവ് ഫ്രീ, ലിവ് ഡ്രഗ് ഫ്രീ. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തു രക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ നാടിന് എന്ന് ചോദിച്ചു പോകുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മുടെ യുവതലമുറ തെരുവുകളിൽ കാട്ടിക്കൂട്ടുന്നത്? കൊല്ലാൻ പോലും മടികാട്ടാത്ത ഇവർ സ്വബോധത്താൽ ഇങ്ങനെയൊന്നും ചെയ്യില്ല. നാടിന്റെ അഭിമാനമായി വളരേണ്ട യുവത്വത്തെ ഇങ്ങനെ പോകാൻ അനുവദിച്ചുകൂടാ. നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കൾ. നമസ്കാരം. പ്രധാന വാർത്തകൾ. ന്യൂസ്
ന്യൂസ് 18 ബിഗ് ബ്രേക്കിംഗ്. സംസ്ഥാനത്ത് വ്യാപക ജാതി മാറ്റ തട്ടിപ്പ്. ജാതി മാറുന്നത് സംവരണാനുകൂല്യം നേടിയെടുക്കാൻ. ലത്തീൻ സമുദായ സർട്ടിഫിക്കറ്റ് നേടുന്നത് നിയമം ദുരുപയോഗം ചെയ്ത്. ഞെട്ടിക്കുന്ന തെളിവുകൾ പുറത്തുവിട്ട ന്യൂസ് 18. സംവരണം അനർഹർ നേടിയെടുക്കുമ്പോൾ മത്സ്യത്തൊഴിലാളികൾ ദുരിതക്കയത്തിൽ. ബിടെക് വരെ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇപ്പോൾ ഈ ഒരു കട നടത്തിയാണ് ഉപജീവനം നടത്തുന്നത്. ഉന്നത വിദ്യാഭ്യാസം നേടിയിട്ടും സർക്കാർ ജോലി സ്വപ്നമായി തുടരുന്നത് നിരവധി പേർക്ക്. കുറുക്കുവഴിയിലൂടെ ജോലി നേടിയവരെ കണ്ടെത്തണമെന്ന ആവശ്യം. ഷാർജയിൽ മരിച്ച അതുല്യയുടെ ഭർത്താവ് അറസ്റ്റിൽ. പിടികൂടിയത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന്. സതീഷിനെ ക്രൈംബ്രാഞ്ചിന് കൈമാറി. അന്വേഷണവുമായി സഹകരിക്കുമെന്ന് സതീഷ്. ജാമ്യം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുമെന്ന് അതുല്യയുടെ അച്ഛൻ. സിപിഐയുടെ വിമർശനങ്ങളിൽ കരുതലോടെ നീങ്ങി കേരള കോൺഗ്രസ്. പാർട്ടി യോഗത്തിലെ സ്വാഭാവിക ചർച്ച മാത്രമെന്ന് റോഷി അഗസ്റ്റിൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ട. അതിലെ കക്ഷികൾക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. സ്വാഭാവികമായിട്ടുണ്ടാകാവുന്ന പാർട്ടി കൺവെൻഷനുകളിലും പാർട്ടി കമ്മിറ്റികളിലൊക്കെ ഉണ്ടാകുന്ന ചർച്ചകൾ അത് അതിന്റെ അർത്ഥത്തിനും തരത്തിലും മാത്രമേ കാണേണ്ടതായിട്ടുള്ളൂ. പ്രതികരിക്കാതെ ജോസ് കെ മാണി. തർക്കം വഷളാകാതിരിക്കാൻ മുൻകരുതലുമായി സിപിഎം. എം വി ഗോവിന്ദൻ എത്തിയത് ജാതകം നോക്കാനല്ലെന്ന് ജ്യോത്സ്യൻ മാധവ പൊതുവാൾ. നടന്നത് സൗഹൃദ സംഭാഷണം മാത്രം. ഫോട്ടോ എടുത്ത് പ്രചരിപ്പിച്ചത് ആരെന്നറിയില്ലെന്നും മാധവ പൊതുവാൾ ന്യൂസ് 18നോട്. വോട്ട് ക്രമക്കേടിൽ പ്രതിഷേധം ശക്തമാക്കി കോൺഗ്രസ്. ജനങ്ങളുടെ പിന്തുണ തേടി വോട്ട് ചോരി എന്ന പേരിൽ പോർട്ടൽ. രാഹുലിന്റെ ആരോപണങ്ങൾക്ക് പിന്നാലെ വെളിപ്പെടുത്തലുമായി ശരത് പവാറും. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് വിജയ വാഗ്ദാനവുമായി 2 പേർ എത്തിയെന്ന് പവാർ. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ വിശ്വാസമുണ്ടായിരുന്നതിനാൽ അവഗണിച്ചെന്നും വെളിപ്പെടുത്തി. ഓൺലൈൻ മദ്യവിൽപ്പനയ്ക്കൊരുങ്ങി ബീവറേജസ് കോർപ്പറേഷൻ. സർക്കാരിന് ബെവ്കോ എംഡിയുടെ ശുപാർശ. താൽപര്യം അറിയിച്ച് സ്വിഗ്ഗി ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ. തൽക്കാലം സർക്കാരിന്റെ പരിഗണനയിലില്ലെന്ന് എം പി രാജേഷ്. വിശദമായ വാർത്തയിലേക്ക്. സംവരണ ആനുകൂല്യങ്ങൾക്കായി സംസ്ഥാനത്ത് വ്യാപക ജാതിമാറ്റ തട്ടിപ്പ്. ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നത് വ്യവസ്ഥകൾ ദുരുപയോഗം ചെയ്ത്. രൂപത അധികൃതരുടെ ഒത്താശയോടെ വർഷങ്ങളായി നൂറുകണക്കിന് പേരാണ് ജാതി മാറിയിട്ടുള്ളത്. സർക്കാർ ജോലിയും വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുമൊക്കെ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് നേടിയെടുത്തവർ നിരവധിയാണ്. നാടാർ, ഈഴവ, പരിവർത്തിത ക്രൈസ്തവർ, SIUC, RC തുടങ്ങിയ വിഭാഗങ്ങളിലുള്ളവരൊക്കെ ലത്തീൻ വിഭാഗങ്ങളിലേക്ക് മാറിയിട്ടുള്ളതായി ന്യൂസ് 18 അന്വേഷണത്തിൽ വ്യക്തമായി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. വ്യാജ ജാതി സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നത് മുമ്പൊക്കെ ഒറ്റപ്പെട്ട സംഭവമായിരുന്നെങ്കിൽ ഇന്നത് വളരെ വ്യാപകമായിരിക്കുന്നു. അതിന്റെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ വിശ്വാസികളായ നാടാർ ജാതിക്കാരാണ് ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് വാങ്ങുന്നവരിലേറെയും. SIUC, RC, ഈഴവ വിഭാഗത്തിലുള്ളവരും സർട്ടിഫിക്കറ്റുകൾ നേടിയെടുക്കുന്നു. ലത്തീൻ സമുദായാംഗമാണെന്ന സർട്ടിഫിക്കറ്റ് താലൂക്ക് ഓഫീസിൽ നിന്ന് സ്വന്തമാക്കിയ ശേഷം SSLC ബുക്കിൽ ജാതി തെറ്റായി രേഖപ്പെടുത്തിയതാണെന്നും അത് തിരുത്തുന്നതായും ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യും. ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് സഹായരേഖയായി പരിഗണിച്ച് റവന്യൂ അധികൃതർ പ്രാദേശിക അന്വേഷണം നടത്തിയാണ് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത്. എന്നാൽ ഏതാനും ആഴ്ചകൾ പള്ളിയിൽ പോയാൽ ആർക്കും വികാരിയുടെ കത്തും തുടർന്ന് ബിഷപ്പിന്റെ സർട്ടിഫിക്കറ്റും ലഭിക്കുമെന്ന് നാടാർ ജാതിയിൽ ജനിച്ച് ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലേക്ക് മാറിയ യുവാവ് ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. അതായത് അതിൽ ഉണ്ടായിരുന്നവർക്ക് പ്രത്യേകിച്ച് പൈസ കൊടുക്കേണ്ടിയില്ലായിരുന്നു. അല്ലാതെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ ഇത് അവരുടെ കുടുംബരേഖ അവർ ചേർക്കുകയും ആ കുടുംബരേഖയ്ക്ക് അവർക്ക് പ്രത്യേകിച്ച് പൈസ കൊടുത്തവർ ആ ഒരു രേഖയിലോട്ട് കയറ്റണമല്ലോ, അങ്ങനെ അവർ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത് ബിഷപ്പ് ഹൗസിൽ നമ്മൾ കൊണ്ട് കത്ത് കൊടുക്കുകയും അവിടെ ജസ്റ്റ് ഒരു ഫീസായിട്ട് ജസ്റ്റ് വാങ്ങിക്കുകയും ചെയ്യും. അത് ഒരു 150-200 രൂപ റേഞ്ചിലായിരിക്കും ഞാൻ കൊടുത്ത് വാങ്ങിച്ചത്.
മറ്റു ഇപ്പം നിങ്ങൾ ക്രിസ്ത്യൻ വിശ്വാസി ആയതുകൊണ്ട് ആ പ്രശ്നം ഉണ്ടായില്ല, പക്ഷേ അങ്ങനെ അല്ലാത്തവർക്കാകുമ്പം മറ്റ് പണം കൊടുത്താൽ കിട്ടുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് അതിൽ കുറച്ച് പേര് അങ്ങനെ ഞങ്ങളുടെ പള്ളിയിൽ തന്നെ 2-3 പേര് ഹിന്ദുക്കളായിരുന്നിട്ട് ലാറ്റിൻ കാത്തലിക്കായിട്ട് മാറി വന്നവരുമുണ്ട്. അത് മറ്റ് സമുദായത്തിൽപ്പെട്ടവർ, നാടാറല്ലാതെ മറ്റ് സമുദായത്തിൽപ്പെട്ട ആൾക്കാരും ഇതുപോലെ ലാറ്റിൻ കാത്തലിക്ക്, അത് ക്രിസ്ത്യൻ വിശ്വാസം വന്ന് ലാറ്റിൻ കാത്തലിക്കായിട്ട് സർട്ടിഫിക്കറ്റ് വരുമ്പോൾ ലാറ്റിൻ കാത്തലിക് എന്നായിട്ട് അടുത്ത് വരുന്നത്. ഇങ്ങനെ പലരും സർക്കാർ ജോലിയൊക്കെ സമ്പാദിച്ചിട്ടുണ്ടോ? ഒത്തിരി പേര് അങ്ങനെ സമ്പാദിച്ചിട്ടുണ്ട്. കാരണം 4% സംവരണമില്ലേ. പല സ്വാധീനങ്ങൾ ഉപയോഗിച്ചും പണം നൽകിയും ഒക്കെ ഇത്തരത്തിൽ സർട്ടിഫിക്കറ്റ് നേടിയെടുക്കുന്നവരുമുണ്ടെന്നാണ് ആരോപണം. നിരവധി ക്രമക്കേടുകളാണ് ഇതിന്റെയൊക്കെ മറവിൽ നടക്കുന്നത്. ഇത് ഐത്തിയൂർ സ്വദേശിനി പ്രീത SIUC വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്ന് 2002 CSI ബിഷപ്പ് കൊടുത്ത കത്താണ്. ഇനി ഈ കത്ത് നോക്കൂ. ഇതേ പ്രീത ലത്തീൻ വിഭാഗത്തിലുള്ളയാളാണെന്ന് 2005 നെയ്യാറ്റിൻകര രൂപതാധികൃതർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു. SIUCക്ക് 1% തൊഴിൽ സംവരണമെങ്കിൽ ലത്തീൻ കത്തോലിക്കയ്ക്ക് അത് 4%. അതാണ് ഈ മാറ്റത്തിന് കാരണം. 2 സർട്ടിഫിക്കറ്റുകളും സ്വന്തമാക്കി PSC നടത്തുന്ന ജില്ലാതല നിയമനങ്ങൾക്ക് തരം പോലെ ഉപയോഗിക്കുന്നവരുമുണ്ടെന്നാണ് വിവരം. ലത്തീൻ കത്തോലിക്കരിൽ മുക്കുവ, നാടാർ, ഈഴവ, പരവ തുടങ്ങിയ വിഭാഗങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന്റെ മറപിടിച്ചാണ് ഇപ്പോഴും സമുദായ സർട്ടിഫിക്കറ്റുകൾ യഥേഷ്ടം നൽകുന്നത്. മുമ്പ് സ്കൂൾ സർട്ടിഫിക്കറ്റുകളിൽ ഉപജാതിയും രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ പിന്നീട് അത് ഒഴിവാക്കിയത് ഫലത്തിൽ തട്ടിപ്പിനാണ് വഴിയൊരുക്കുന്നത്. മതത്തിന്റെ കോളത്തിൽ ലാറ്റിൻ കാത്തലിക് എന്നും ജാതി നാടാറെന്നും SLC ബുക്കിൽ രേഖപ്പെടുത്തിയിരുന്ന സ്ത്രീയുടെ മകളുടെ സർട്ടിഫിക്കറ്റ് ആയപ്പോൾ അത് യഥാക്രമം ക്രിസ്ത്യൻ ലാറ്റിൻ കാത്തലിക് എന്നായി. 1947 മുമ്പ് ലത്തീൻ കത്തോലിക്ക വിശ്വാസം പിന്തുടർന്നു വന്നവരുടെ പിൻതലമുറക്കാർക്ക് മാത്രമേ സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്നാണ് വ്യവസ്ഥ. എന്നാൽ 2012 സർക്കാർ ഇറക്കിയ നിർദ്ദേശത്തിലെ അവ്യക്തത മറയാക്കിയാണ് ജാതിമാറ്റ തട്ടിപ്പ് നടക്കുന്നത്. പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിൽ നിന്നുള്ളവർക്ക് ആനുകൂല്യങ്ങൾ നഷ്ടമാകാനും ഇത് കാരണമാകുന്നു. സംവരണാർഹതയുള്ള മറ്റു ചില സമുദായങ്ങളിലുള്ളവർ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റിനായും ജാതി മാറുന്നുണ്ട്. കേന്ദ്ര സർക്കാർ നടത്താനിരിക്കുന്ന ജാതി സെൻസസിനെ പോലും ബാധിക്കുന്നതാണ് സംസ്ഥാനത്ത് ചില മേഖലകളിൽ വ്യാപകമായി നടക്കുന്ന ജാതിമാറ്റം. നിയമത്തിലെ പഴുതുകൾ ദുരുപയോഗം ചെയ്ത് സമുദായം മാറി സംവരണാനുകൂല്യം തട്ടിയെടുക്കുമ്പോൾ അട്ടിമറിക്കപ്പെടുന്നത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാമൂഹ്യനീതി എന്ന അടിസ്ഥാന ആശയമാണ്. ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും സർക്കാർ തയ്യാറാകേണ്ടിയിരിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറാമാൻ C വിനോദിനൊപ്പം പ്രദീപ് സി നിർബൺ, ന്യൂസ് 18. മാറി മാറി വന്ന സർക്കാരുകൾ വിവിധ കാലങ്ങളിലെടുത്ത തീരുമാനങ്ങളാണ് വ്യാപകമായ ജാതിമാറ്റത്തിനും സംവരണ തട്ടിപ്പിനും വഴിയൊരുക്കിയത്. ഹിന്ദു നാടാർ വിഭാഗത്തിലുള്ള നിരവധി പേർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനായി ലത്തീൻ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കുന്നതായി അച്ചടി വകുപ്പ് ഡയറക്ടർ 2009 തന്നെ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. ഇതേ തുടർന്ന് 2010 വ്യവസ്ഥകൾ കർശനമാക്കിയെങ്കിലും 2012 ഭേദഗതി ഉത്തരവാണ് ഇപ്പോഴും പ്രധാനമായും ദുരുപയോഗം ചെയ്യുന്നത്. 1947 മുൻപ് ലത്തീൻ വിശ്വാസം പിന്തുടരുന്നവരുടെ പിന്മുറക്കാർക്ക് സർട്ടിഫിക്കറ്റ് നൽകാവൂ എന്ന വ്യവസ്ഥയിൽ ഇളവ് വരുത്തണമെന്നാണ് നെയ്യാറ്റിൻകര രൂപതയുടെ ആവശ്യം. എന്നാൽ ഇത് കൂടുതൽ പേരുടെ ജാതിമാറ്റത്തിന് വഴിയൊരുക്കുമെന്ന് വിവിധ സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിനും ജോലിക്കും സംവരണം ലഭിക്കാനായി ജാതിക്കോളത്തിൽ ലാറ്റിൻ കാത്തലിക് എന്ന് രേഖപ്പെടുത്തണമെന്ന് നെയ്യാറ്റിൻകര രൂപത 2009 പുറത്തിറക്കിയ ബുള്ളറ്റിനിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതേ തുടർന്ന് പ്രദേശത്തുള്ള നിരവധി പേർ ലത്തീൻ സർട്ടിഫിക്കറ്റ് നേടി. ഗസറ്റ് വിജ്ഞാപനത്തിനായുള്ള തിരക്ക് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ഇക്കാര്യത്തിൽ ക്രമക്കേട് നടക്കുന്നതായി സംശയമുണ്ടെന്ന് അച്ചടി വകുപ്പ് ഡയറക്ടർ സർക്കാരിനെ അറിയിച്ചത്. തുടർന്ന് 2010 സർക്കാർ ഇറക്കിയ ഉത്തരവിൽ 1947 മുമ്പ് ലത്തീൻ സഭാ വിശ്വാസികളായി ചേർന്നവർക്കും പിന്മുറക്കാർക്കുമേ സമുദായ സർട്ടിഫിക്കറ്റ് നൽകാൻ പാടുള്ളൂവെന്ന് വ്യവസ്ഥ ചെയ്തു. 2011 ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങി. എന്നാൽ ബന്ധപ്പെട്ട ബിഷപ്പുമാർ നൽകുന്ന സർട്ടിഫിക്കറ്റ് റവന്യൂ അധികൃതർ സഹായരേഖയായി പരിഗണിക്കണമെന്ന് 2012 സർക്കാർ വീണ്ടും ഉത്തരവിറക്കി. അതിനുശേഷം വ്യാപകമായ ജാതിമാറ്റം നടന്നതോടെ 2016 സർക്കാർ ഇത് സംബന്ധിച്ച് നിർദ്ദേശമിറക്കിയെങ്കിലും വേണ്ടത്ര ഫലം ചെയ്യുന്നതായിരുന്നില്ല. 1947 എന്ന നിബന്ധന പൂർണ്ണമായി എടുത്തുകളയണമെന്നാണ് നെയ്യാറ്റിൻകര രൂപത അടുത്തിടെ ആവശ്യപ്പെട്ടത്. അങ്ങനെ വന്നാൽ കൂടുതൽ വ്യാപകമായി ജാതിമാറ്റം നടക്കുമെന്നും പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളുടെ സംവരണാനുകൂല്യം കൂടുതൽ നഷ്ടമാകുമെന്നും സമുദായത്തിലുള്ളവർക്ക് തന്നെ ആശങ്കയുണ്ട്. വില്ലേജ് ഓഫീസർ കണ്ണടച്ചുകൊണ്ട് എഴുതി കൊടുക്കുകയാണ്. കാരണം ബിഷപ്പിൻ്റെ കത്തിരിക്കുകയാണ്. ആ കത്തിരിക്കുന്നത് കൊണ്ട് അവർക്ക് കണ്ണടച്ച് അവർക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ബിഷപ്പിൻ്റെ ഇങ്ങനെയുള്ള ഇത് പാടില്ല. വില്ലേജ് ഓഫീസർ അത് അന്വേഷിക്കണം.
അന്വേഷിച്ച് അത് യഥാർത്ഥം ലത്തീൻ കത്തോലിക്കനാണോ എന്നുള്ളത് ആണോ എന്ന് തന്നെ അന്വേഷിച്ചിട്ട് വേണം നിങ്ങൾ ജാതി സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടത്. വ്യാപകമായി മാറിയിട്ടുണ്ട്. പല MBBS സീറ്റ് വരെ അവർ നേടിയിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളിയുടെ മക്കൾ നേരത്തെ നമ്മളൊക്കെ SLC പഠിക്കുന്ന സമയത്ത് നമ്മുടെ SLC ബുക്കിലുണ്ട് LC മുക്കുവ എന്നുള്ളതാണ്. ഇപ്പോൾ ആ മുക്കുവ എന്നുള്ളത് അവോയ്ഡ് ചെയ്തു. LC മാത്രമാണ്. LC മുക്കുവ എന്നുള്ളത് അത് അംഗീകരിക്കപ്പെടുകയും ഞങ്ങൾക്ക് കിട്ടേണ്ട സംവരണം നമുക്ക് കിട്ടുകയും വേണം. വന്ന ഒരു മതം മാറുമ്പോൾ LC ആവുന്നു. ലാത്തിൻ കത്തോലിക്ക ആയതിനു ശേഷം നമ്മുടെ സംവരണം അവർക്ക് കിട്ടുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പിന്നെ ഈ പള്ളികളിൽ കാണത്തില്ല. അവർ ജോലിയായി അവർ പിന്നെയും തിരിച്ചു പോകുന്നുള്ളതാണ് ഏറ്റവും വലിയ വ്യക്തത. വളരെ ആസൂത്രിതമായാണ് ജാതിമാറ്റം നടത്തുന്നതെന്നാണ് നാടാർ സംഘടനയായ VSDPയുടെ ആരോപണം. പള്ളിയിലെ അച്ഛൻ കുടുംബരേഖയിൽ എഴുതി ചേർക്കും. അത് ഹിന്ദുവായിട്ടിരിക്കുന്ന ഒരാളായിരിക്കാം, അല്ലെങ്കിൽ 1% കിട്ടുന്ന ക്രിസ്ത്യാനി ആയിരിക്കാം. ഓടി ചെല്ലുമ്പോൾ അവരെ ബുക്കിൻ്റെ ഇടയിൽ പതുക്കെ അവരെ കയ്യിരിക്കുന്ന ബുക്കാണ്, സർക്കാർ പരിശോധിക്കുന്ന ബുക്കല്ല, അതിൽ എഴുതി ചേർക്കും ഇതാ ഇന്നയാൾ. അത് ഉടനെ തന്നെ അവർ അതും കൊണ്ട് ബിഷപ്പ് ഹൗസിൽ പോകുമ്പോൾ ഉടനെ തന്നെ അടിച്ച് കൈ കൊടുക്കുകയാണ് സർട്ടിഫിക്കറ്റ്. 1947 മുമ്പുള്ളവർക്കേ കൊടുക്കാവൂ. ഈ നെയ്യാറ്റിൻകര രൂപതകളിൽ 1947 മുമ്പ് ലാത്തിൻ കത്തോലിക്ക എത്ര കുടുംബമുണ്ട്? 1947 മുമ്പ് ഉള്ളത് ഈ രൂപതയുടെ കീഴിൽ എത്ര പള്ളിയുണ്ട്? ഇപ്പോൾ 3 ലക്ഷം പേര് ഇങ്ങോട്ടായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവരൗദ്യോഗികമായിട്ട് 2.5 ലക്ഷം പറയുന്നു. അപ്പോൾ ഇപ്പോൾ സെൻസസ് വരാൻ പോവുകയാണ്. സെൻസസ് വരുമ്പോൾ നാടാരുടെ എണ്ണം ഇവിടെ കാണും. ഈ 3 ലക്ഷം പേര് ലാത്തിൻ കത്തോലിക്കയാവും. ഔദ്യോഗിക രേഖകളിൽ വീണ്ടും മുക്കുവ എന്ന പദം പുനഃസ്ഥാപിക്കണമെന്നും സംവരണം തട്ടിയെടുക്കാനുള്ള ജാതിമാറ്റം അനുവദിക്കരുതെന്നും KLCA മുൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആൻഡ്രോ മേഴ്സിലിന് ആവശ്യപ്പെട്ടു. അത് കുറേ കാലം കൊണ്ട് ഈ സമ്മാനാന്യം തട്ടിപ്പറിക്കാൻ ഇതിലെ ഉപവിഭാഗങ്ങൾ പലരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കൂട്ടുകെട്ട് ഭൂരിപക്ഷം വൈദികരും ബിഷപ്പ്മാരും അതിന് ചായ്വുണ്ട്. അവർക്ക് സഭയിൽ ആളെ തലയെണ്ണം കൂട്ടണം, ജനപ്പെരുപ്പം ഉണ്ടാക്കണം, ഞങ്ങളുടെ സഭയിൽ ഇത്ര ആൾക്കാർ ഉണ്ട് എന്ന് വരുത്തി തീർക്കണം. അതിനു വേണ്ടിയുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. അതേസമയം മുമ്പ് വിദ്യാഭ്യാസപരമായും മറ്റും ഏറെ പിന്നാക്കമായിരുന്ന ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് 1947 മുമ്പുള്ള രേഖകൾ ലഭ്യമാക്കുക എളുപ്പമല്ലെന്നും വാദമുണ്ട്. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിന് സർക്കാർ സർവീസിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചിട്ടില്ലെന്ന് നരേന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നു. എന്തായാലും സമുദായത്തിൽ അംഗസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ അർഹതപ്പെട്ടവരുടെ ആനുകൂല്യങ്ങൾ കൂടുതൽ നഷ്ടമാകാനിടയാക്കുമെന്നത് വസ്തുതയാണ്. പ്രദീപ് സി നിർമ്മൺ, ന്യൂസ് 18, തിരുവനന്തപുരം. സമുദായ അംഗങ്ങളുടെ അംഗസംഖ്യ പെരുപ്പിക്കാനും മറ്റുമായി യഥേഷ്ടം ലത്തീൻ സർട്ടിഫിക്കറ്റുകൾ നൽകുമ്പോൾ അതിന് പ്രധാനമായും ഇരകളാക്കപ്പെടുന്നത് പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളിലുള്ളവരാണ്. സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും മുന്നിൽ നിൽക്കുന്നവർ ജാതി മാറി സംവരണാനുകൂല്യം തട്ടിയെടുക്കുന്നതിനെപ്പറ്റി പോലും തീരദേശവാസികളായ പലർക്കും അറിയില്ല. പ്രതിസന്ധികളോട് പടവെട്ടി എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ പൂവാർ സ്വദേശിനി വിജയമേരി ഇന്ന് ജീവിക്കാനായി ചെറിയ കട നടത്തുകയാണ്. ഇത്തരത്തിൽ നിരവധി പേർ തീരമേഖലയിലുണ്ട്. ഇത് പൂവാർ സ്വദേശിനി വിജയമേരി. 2012 ചെന്നൈ സർവകലാശാലയിൽ നിന്ന് IT-യിൽ BTech ബിരുദം നേടി. PSCയുടെ നിരവധി പരീക്ഷകൾ എഴുതിയെങ്കിലും ഇന്നും സർക്കാർ ജോലി ഈ 35-കാരിക്ക് സ്വപ്നം മാത്രമാണ്. ഭർത്താവ് ഓട്ടോറിക്ഷ ഓടിക്കുന്നു. 2 മക്കളുണ്ട്. ജീവിക്കാൻ മറ്റ് മാർഗങ്ങളില്ലാതായപ്പോൾ തീരദേശ റോഡിനോട് ചേർന്ന് ചെറിയ കട നടത്തുകയാണ് ഈ യുവതി. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ, പിന്നിൽ നിന്ന് സപ്പോർട്ട് ചെയ്യാൻ ആളില്ല. നമ്മൾ ഒറ്റയ്ക്കുള്ള ഒരിതാണ്. എൻ്റെ കുടുംബത്തിൽ തന്നെ പെണ്ണുങ്ങളായിട്ട് പഠിച്ചതും ആരുമില്ല. ഞാൻ തന്നെയാണ് 10ാം ക്ലാസ് കഴിഞ്ഞ തന്നെ. അപ്പോൾ അതിൻ്റെയൊക്കെ കുറേ ബുദ്ധിമുട്ട്. ഞാൻ ലോൺ എടുത്താണ് പഠിച്ചത്. പക്ഷേ വിദ്യാഭ്യാസപരമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെയൊന്നും ആരുമില്ലായിരുന്നു. ലോൺ എടുത്തിട്ടും അതും ഞാൻ പ്രൈവറ്റ് ഫാമിലൊക്കെ ജോലി ചെയ്ത് തന്നെയാണ് ലോൺ അടച്ച് തീർത്തത്. പിന്നെ നമ്മൾ കല്യാണം കഴിച്ച് കുട്ടികളായി പിന്നെ അതിൻ്റെ ഒരു രീതിയിലോട്ട് മാറി. പിന്നെ നമ്മുടെ ചുറ്റുപാടനുസരിച്ച് പിന്നെ ഇപ്പോൾ ഒരു ജോലിക്ക് പോകണമെങ്കിൽ തന്നെ ഇപ്പോൾ അറിയാമല്ലോ, പ്രൈവറ്റായിട്ട് പോകണമെങ്കിൽ നമ്മളെന്തെങ്കിലും ലക്ഷങ്ങൾ കൊടുക്കേണ്ടി വരും ഡൊണേഷനായിട്ട് പോലും. ടീച്ചറായിട്ട് വരെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്കൂളിൽ കമ്പ്യൂട്ടർ ടീച്ചറായിട്ടും വർക്ക് ചെയ്തിട്ടുണ്ട്. തനിക്കുണ്ടായ അവസ്ഥ മക്കൾക്കെങ്കിലും ഉണ്ടാകരുതെന്ന് വിജയമേരി പറയുന്നു. അപ്പോൾ എനിക്കിപ്പോൾ 35 വയസ്സായി. അപ്പോൾ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നാളെ ഇതുപോലത്തെ ഒരവസ്ഥ, കാരണം നമുക്ക് കിട്ടേണ്ട സംവരണം നമുക്ക് കിട്ടണം എന്നുള്ള ഒരിതാണ്. ഞാനിപ്പോൾ സംസാരിക്കുന്നത് നാളെ നമ്മുടെ അടുത്ത ജനറേഷൻ ഇങ്ങനെ ഒരു ഗതി വരാൻ പാടില്ല. കടലിൽ നിന്നും 100 മീറ്റർ പോലുമില്ല വിജയമേരിയുടെ കടയിലേക്ക്. മക്കൾക്ക് നാട്ടിൽ ജോലി ലഭിക്കാത്തതിൽ വേദനിക്കുന്ന അമ്മമാരെയും ഈ തീരത്ത് കണ്ടു. 3 മാസമായി പോയിട്ട് ഒരു ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ട് അവിടെയാണ് പോയത്. അവിടെ ജോലിയില്ല, യുദ്ധം നടക്കണുണ്ട്. എൻ്റെ മോൻ അവധിപ്പെട്ട് കിടക്കണ്.
അപ്പം ഞങ്ങൾ പാവപ്പെട്ട ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഇവിടെ വീട് പോലും സുരക്ഷിത ഇല്ലാത്ത വീടാണ്. ആ മക്കൾ പോയെങ്കിലും 10 രൂപ കിട്ടി ഞങ്ങളെ ജീവിതം നയിച്ചു പോകുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. അപ്പം അവിടെ പോയി അവിടെയും ജോലിയില്ലാതെ മക്കൾ വരാൻ വേണ്ടി ഇല്ലാത്ത സ്ഥിതിയിലാണ് അവിടെ കിടക്കുന്നുണ്ട്. ഞങ്ങൾ ഭർത്താക്കന്മാർ കിടന്ന് കഷ്ടപ്പെട്ട് ഉപ്പുവെള്ളത്തിൽ മുങ്ങി പാടുപെടുന്നത് പോലെ ആകരുത്. ഞങ്ങളുടെ മക്കളെ നല്ലൊരു ജോലിക്കാക്കണം എന്നാണ് ഞങ്ങൾ ഇത്രയും പഠിപ്പിച്ചാൽ ഗവൺമെൻറ് അവർ എന്താണെന്ന് പോലും തിരിഞ്ഞു നോക്കുന്നില്ല. ഞങ്ങൾ 8 ലക്ഷം രൂപ പലിശയ്ക്ക് എടുത്താണ്, 2 പൈസ പലിശയ്ക്ക് നാട്ടിൽ നിന്ന് എടുത്താണ് റഷ്യയിൽ അയച്ചത്. അയച്ച് 33-ൻ്റെ അന്ന് എൻ്റെ മോൻ വീട്ടിൽ വന്നിരിക്കുന്നു. കാരണം അവനെ ആളെ കടത്തി കൊണ്ടുപോയതാണ്. അങ്ങനെയും ചെയ്യുന്നു. ഇപ്പം ഗൾഫ് രാജ്യങ്ങളിലും ആളെ കടത്തി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ 8 ലക്ഷം രൂപയും ഇല്ല. എൻ്റെ മോൻ എങ്ങനെ ജീവനോടെ നാട്ടിൽ വന്ന് കയറി. കടലുമായും അനുബന്ധ ഉപജീവന മാർഗങ്ങളുമായും യാതൊരു ബന്ധവുമില്ലാത്ത സ്ഥലങ്ങളിലുള്ളവർ പോലും 4% സംവരണത്തിൽ നിന്ന് കൈയിട്ട് വാരുമ്പോൾ വിജയമേരിയെ പോലുള്ളവർക്ക് സർക്കാർ ജോലി സ്വപ്നം മാത്രമായി തുടരാനാണ് സാധ്യത. പൂവാറിൽ നിന്ന് ക്യാമറമാൻ സി വിനോദിനൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18. ലത്തീൻ കത്തോലിക്ക വിഭാഗത്തിലാണെന്ന സർട്ടിഫിക്കറ്റ് വാങ്ങിയ ശേഷം പല കാരണങ്ങളാൽ തിരിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരുമുണ്ട്. ഇത്തരത്തിലൊരാളാണ് ബാലരാമപുരം സ്വദേശികളായ ബാബുവിന്റെയും ശാന്തകുമാരിയുടെയും മകൻ BS ലിൻഡോ. പെട്ടെന്ന് ജോലി ലഭിക്കുമെന്ന വാഗ്ദാനം കേട്ടാണ് ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട മാതാപിതാക്കൾ മക്കൾക്ക് ലത്തീൻ കത്തോലിക്ക സർട്ടിഫിക്കറ്റ് വാങ്ങിയതെന്ന് ലിൻഡോ പറയുന്നു. ലിൻഡോയുടെ SSLC ബുക്കിൽ ഇപ്പോഴും ലാറ്റിൻ കാത്തലിക് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സഹോദരൻ ഗസറ്റിൽ പരസ്യം ചെയ്ത് തിരികെ നാടാർ വിഭാഗത്തിലേക്ക് എത്തിയെന്നും താനും ജനിച്ച ജാതിയിൽ തന്നെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്നും ലിൻഡോ ന്യൂസ് 18നോട് പറഞ്ഞു. ആനുകൂല്യങ്ങൾ നേടിയെടുക്കാനായി ലത്തീൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയ ചിലരെങ്കിലും ഇപ്പോൾ അത് ശരിയല്ല എന്ന് തോന്നി തുറന്നു പറയാനും തയ്യാറാകുന്നുണ്ട്. പ്രധാനമായും യുവാക്കളാണ് അത്തരത്തിൽ മുന്നോട്ട് വരുന്നത്. നെയ്യാറ്റിൻകര സ്വദേശിയായ ലിൻഡോ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാണെന്ന് നമ്മളെ അറിയിക്കുകയുണ്ടായി. ലിൻഡോ, ഏത് സാഹചര്യത്തിലാണ് താങ്കൾ ഇങ്ങനെ ഈ ലത്തീൻ സർട്ടിഫിക്കറ്റ് വാങ്ങിയത്? ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് സംവരണം കൂടുതൽ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിന്മേലാണ് പള്ളിയിലോട്ട് പോവുകയും അവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങാനുള്ള ഇടയാവുകയും ചെയ്തത്. നിങ്ങളുടെ അമ്മയും മാതാപിതാക്കളൊക്കെ അമ്മയും അച്ഛനും ഒക്കെ ഏത് വിശ്വാസത്തിലുള്ളവരാണ്? ഹിന്ദു വിശ്വാസികളാണ്. ഹിന്ദു വിശ്വാസം എന്ന് പറയുമ്പോൾ ജന്മനാല അവർ ഹിന്ദുക്കളാണ്. പാരമ്പര്യമായിട്ട് ഹിന്ദു നാടാറാണ്. നാടാർ വിഭാഗത്തിൽ ഹിന്ദു നാടാർ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരാണ്. അവർ ഇപ്പോഴും ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്. ക്ഷേത്രത്തിലൊക്കെ പോകാറുണ്ട്. അവർ ഹിന്ദുക്കളായിട്ട് തന്നെ തുടരുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ സഹോദരങ്ങളൊക്കെ ഇങ്ങനെ മതം എല്ലാവരും ഇങ്ങനെ മാറിയായിരുന്നു? മതം അല്ലെങ്കിൽ ജാതി ഇങ്ങനെ മാറിയായിരുന്നു? എൻ്റെ രണ്ടാമത്തെ സഹോദരൻ മാറിയായിരുന്നു. പിന്നെ അതുകൊണ്ടൊരു ഇപ്പോൾ ബിസിനസ്സും കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുന്ന സമയത്ത് ഇപ്പം മാറി ഹിന്ദു നാടാർ എന്നുള്ളൊരു സർട്ടിഫിക്കറ്റിലോട്ട് ഗസറ്റിൽ കൊടുത്ത് ചേഞ്ച് ചെയ്തായിരുന്നു. ലിൻഡോ ഏത് വർഷമാണ് ഇത് മാറിയത്? ഞാൻ SSLC കഴിഞ്ഞ് നിന്ന സമയത്താണ് ഇതേപോലെ പള്ളിയിലൊന്ന് വന്ന് പറയുകയും അവിടെ ചേർക്കുകയും സർട്ടിഫിക്കറ്റിൽ ലാറ്റിൻ കാത്തലിക് അതർ ദാൻ ആംഗ്ലോ ഇന്ത്യൻ എന്ന് എഴുതിയാൽ മാത്രമേ സംവരണം കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് ചേഞ്ച് ആവുകയും ചെയ്തത്. പള്ളിയിൽ നിന്ന് വന്ന് വീട്ടിൽ നിന്ന് പറയുകയായിരുന്നു ചെയ്തത്. പൈസ വല്ലതും നമ്മൾ ചിലവുണ്ടായിരുന്നു? നമുക്ക് മാസവരി കുടുംബവരി എന്നുള്ള രീതിയിൽ അവർ രജിസ്റ്ററിൽ അംഗത്വം ചേർക്കുകയും അതിന് മാസവരി കുടുംബവരി എന്നുള്ള രീതിയിൽ അവിടെ അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സർട്ടിഫിക്കറ്റ് വാങ്ങാൻ നേരം പൈസ വല്ലതും? ബിഷപ്പ് ഹൗസിൽ അന്ന് എത്ര അടച്ചെന്ന് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അന്ന് അവിടെ നമ്മളൊരു ചെറിയൊരു തുക അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോൾ താങ്കൾ ഇത് തിരിച്ച് പറയാൻ തയ്യാറാകുന്നത്? നാടാർ എന്നുള്ളൊരു ഐഡൻറ്റിറ്റിയിൽ പോകാനാണ് എനിക്ക് താല്പര്യം. ഇപ്പോൾ എൻ്റെ സർട്ടിഫിക്കറ്റും എൻ്റെ ഐഡൻറ്റിറ്റി ബാക്കിയുള്ള കാര്യങ്ങൾ ഇരിക്കുന്നത് ലാറ്റിൻ കാത്തലിക് എന്നുള്ളൊരു മുക്കൂർ ഐഡൻറ്റിറ്റിയിലാണ് എൻ്റെ ഇതിരിക്കുന്നത്, സർട്ടിഫിക്കറ്റും ബാക്കി കാര്യങ്ങളും ഇരിക്കുന്നത്. അപ്പോൾ അത് തുറന്നു കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. എനിക്ക് നമ്മൾ സ്വയം ജനിച്ച ജാതിയിൽ തന്നെ ജീവിക്കാനുള്ളൊരു ആഗ്രഹം. നിങ്ങളുടെ ബന്ധുക്കളിലൊക്കെ എല്ലാവരും ഇപ്പോഴും എങ്ങനെയാണ്? എല്ലാവരും തന്നെ ഇങ്ങനെ ഒത്തിരി പേര് മാറിയിട്ടുണ്ടോ? എൻ്റെ ബാക്കി ബന്ധുക്കളെല്ലാവരും ഹിന്ദു നാടാർ തന്നെയാണ് എല്ലാവരുടെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും. അതിൽ ഒരു വേറിട്ടൊരു സർട്ടിഫിക്കറ്റായി മാറിയപ്പോൾ എൻ്റെത് ലാറ്റിൻ കാത്തലിക് എന്നുള്ളൊരു സർട്ടിഫിക്കറ്റിലോട്ട് മാറി. ഒത്തിരി പേര് ഇങ്ങനെ മാറുന്നുണ്ട് നിങ്ങളുടെ പ്രദേശത്തൊക്കെ? നിരവധി പേര് മാറുന്നുണ്ട്. അത് ലാറ്റിൻ കാത്തലിക്കിൽ LC വിഭാഗത്തിൽ തന്നെ ഇപ്പം SIUC CSIയിൽ നിന്നുള്ള ആൾക്കാരടക്കം ഒരുപാട് പേര് ഇപ്പോൾ ഇങ്ങോട്ട് മാറുന്നതായിട്ട് അറിവിലുണ്ട്. ഭരണഘടനാപരമായി മതം മാറ്റം നമുക്ക് അനുവദനീയമാണ്. ഒരാൾക്ക് ഏത് മതത്തിൽ വേണമെങ്കിലും വിശ്വസിക്കാം. പക്ഷേ ഒരാൾ ജനിച്ചു വളർന്ന സമുദായം, ജാതി അത് മാറ്റാൻ കഴിയില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങളിലും മറ്റും പെട്ട് ഇങ്ങനെ മാറേണ്ടി വന്ന ലിൻഡോയെ പോലെ ചിലരെങ്കിലും ഇപ്പോൾ യഥാർത്ഥ വസ്തുത തുറന്നു പറയുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. തിരുവനന്തപുരത്ത് നിന്നും ക്യാമറമാൻ സി വിനോദിനൊപ്പം പ്രദീപ് സി നെടുമൺ, ന്യൂസ് 18. മറ്റു വാർത്തകളിലേക്ക്.
ഷാർജയിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശി അതുല്യയുടെ ഭർത്താവ് സതീഷ് പിടിയിൽ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണ് വലിയതുറ പോലീസ് ഇയാളെ പിടികൂടിയത്. സതീഷിനെ ക്രൈംബ്രാഞ്ച് സംഘത്തിന് കൈമാറി. സതീഷിന്റെ ജാമ്യം റദ്ദാക്കുന്നതിന് കോടതിയെ സമീപിക്കാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തുമെന്ന് അതുല്യയുടെ അച്ഛൻ എസ് രാജശേഖരൻ പിള്ള പറഞ്ഞു. അന്വേഷണവുമായി സഹകരിക്കാനാണ് നാട്ടിൽ എത്തിയതെന്നായിരുന്നു സതീഷിന്റെ പ്രതികരണം. ഷാർജയിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ കൊല്ലം സ്വദേശിനി അതുല്യയുടെ ദുരൂഹ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയനായ ഭർത്താവ് SP സതീഷ് ഇന്ന് പുലർച്ചെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് എമിഗ്രേഷൻ ഉദ്യോഗസ്ഥരെ പിടിയിലായത്. ലുക്കൌട്ട് നോട്ടീസ് നിലനിൽക്കുന്നതിനാൽ എമിഗ്രേഷൻ വിഭാഗം സതീഷിനെ തടഞ്ഞുവെച്ച് വലിയതുറ പോലീസിനെ കൈമാറുകയായിരുന്നു. തുടർന്ന് കേസ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം കൊല്ലത്ത് നിന്ന് വലിയതുറ സ്റ്റേഷനിലെത്തിയാണ് സതീഷിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. വിശദമായ ചോദ്യം ചെയ്യൽ നടത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്തുക. പക്ഷേ ഇടക്കാല ജാമ്യം നിലനിൽക്കുന്നതിനാലാണ് സതീഷ് നാട്ടിലേക്ക് എത്തിയതെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നുമായിരുന്നു പ്രതിഭാഗം അഭിഭാഷകന്റെ പ്രതികരണം. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട് സതീഷിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടി നിയമവിദഗ്ധരുമായി ആലോചിച്ച് തുടർ നീക്കങ്ങൾ നടത്തുമെന്നായിരുന്നു അതുല്യയുടെ പിതാവ് രാജശേഖരൻ പിള്ളയുടെ പ്രതികരണം. ക്രൂരമായിട്ട് അവളെ മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടുന്ന പോലീസ് അവനെ കസ്റ്റഡിയിലെടുത്ത് അത് ചോദ്യം ചെയ്ത് അതിന്റെ സത്യാവസ്ഥ തെളിയിച്ചെടുക്കണം. ഇപ്പം ഇയാൾക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട്. ഈ ജാമ്യം റദ്ദാക്കുന്നതിന് വേണ്ടിയുള്ള നിയമ നടപടിയിലേക്ക് പോകുന്നുണ്ടോ? അതിനെപ്പറ്റി പിന്നെ അതിനെ ബന്ധപ്പെട്ടുകൊണ്ട് ആലോചിച്ചിന് അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പം വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം സതീഷിനെ ജാമ്യത്തിൽ വിട്ടയക്കാനുള്ള നീക്കമാണ് ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുകയെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇത് ആത്മഹത്യ തന്നെയാണ് എന്ന പ്രാഥമികമായ വിലയിരുത്തലാണ് അന്വേഷണ സംഘത്തിൻ്റേത്. പക്ഷേ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തുന്നതിനുള്ള വിശദമായ പരിശോധനകളായിരിക്കും ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘം നടത്തുക. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതക കേസിൽ ഗുരുതര ആരോപണവുമായി സുജാത ഭട്ടിന്റെ അഭിഭാഷകർ രംഗത്ത്. SIT അന്വേഷണത്തെ തടസ്സപ്പെടുത്താൻ നീക്കം നടത്തുന്നതായാണ് ആരോപണം. മൃതദേഹം കുഴിച്ചിട്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ ക്ഷേത്രഭൂമിയായ ബാഹുബലിക്കുന്നിൽ 10 അടിയോളം മണ്ണും മറ്റു വസ്തുക്കളും നിക്ഷേപിച്ചു. തെളിവ് നശിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടിയെന്നും അഭിഭാഷകർ കുറ്റപ്പെടുത്തി. വൈകാരിക തലത്തിൽ പ്രതികരണമുണ്ടായേക്കാവുന്ന സ്ഥലത്ത് തിടുക്കത്തിൽ എന്തിന് പരിശോധന നടത്തിയെന്ന ചോദ്യവും ഉയരുന്നുണ്ട്. അതേസമയം ഇന്ന് SITയുടെ പരിശോധന ഉണ്ടാകില്ല. SIT അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുവെന്ന ഗുരുതര ആരോപണവുമായാണ് ഇപ്പോൾ അഭിഭാഷകർ രംഗത്തെത്തിയിരിക്കുന്നത്. സുജാത ഭട്ടിന്റെ അഭിഭാഷകനാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗുരുതര ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസം ക്ഷേത്രഭൂമിയിൽ നടന്ന തെരച്ചിലുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു ആരോപണം ഉയർന്നത്. കാരണം ഇവിടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട ഭാഗത്ത് മണ്ണും മറ്റു വസ്തുക്കളും ഇട്ട് ഇത്തരത്തിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടന്നു എന്ന ഒരു ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. അതായത് 8 അടിയിൽ മുകളിൽ മണ്ണ് ഇവിടെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു വസ്തുക്കളും ഇട്ട് തെളിവ് നശിപ്പിക്കാൻ ശ്രമം നടത്തിയെന്നാണ് ഈ അഭിഭാഷകർ ആരോപിച്ചിരിക്കുന്നത്. എന്നാലും ഇന്നലെയാണ് വളരെ നിർണായകമായ SITയുടെ പരിശോധന നടന്നത്. ക്ഷേത്രഭൂമിയിലേക്ക് SIT കടക്കുന്നു. 11ാം ദിവസമാണ് ഇത്തരത്തിലുള്ള നിർണായക നീക്കവുമായി SIT മുന്നോട്ട് പോയത്. അവിടെ മണിക്കൂറുകളോളം പരിശോധന നടത്തിയെങ്കിലും കാര്യമായ വസ്തുക്കളൊന്നും ലഭിച്ചിട്ടില്ല എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. എന്തായാലും ഒരു വധൂവരന്മാർ ഇവിടെ മുറിയെടുക്കുകയും പിന്നീട് അവരെ കൊലപ്പെടുത്തിയതിനു ശേഷം ഈ സ്ഥലത്ത് ഈ കാണുന്ന സ്ഥലത്ത് കുഴിച്ചിട്ടു എന്നാണ് സാക്ഷിയുടെ മൊഴി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പരിശോധന നടത്തിയത്. എന്തായാലും വളരെ നിർണായകമായ നീക്കമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സ്നാനഘട്ടയിലും നേത്രാവതിയിലും ഒക്കെയാണ് തെരച്ചിൽ നടത്തിയതെങ്കിൽ ഇത് ക്ഷേത്രഭൂമിക്കകത്ത് ഇത്തരത്തിലൊരു പരിശോധന നടത്തി. അതേസമയം തന്നെ ഇങ്ങനെ ഒരു പരിശോധന നടത്തിയതിലും വിമർശനം ഉയരുന്നുണ്ട്. കാരണം അതിവൈകാരികമായ ഒരു കാര്യമാണിത്. ഈ ക്ഷേത്രഭൂമിയിൽ ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ അത് വലിയ തോതിൽ പ്രതികരണമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ട് തിടുക്കത്തിൽ SIT ഈ പ്രദേശത്ത് പരിശോധന നടത്തിയെന്ന ഒരു വിമർശനവും ഉയരുന്നുണ്ട്. വനമേഖലകളിലും മറ്റുമായി 70ഓളം സ്പോട്ടുകൾ സാക്ഷി ചൂണ്ടിക്കാട്ടിയിരുന്നു. അത് പരിശോധിക്കാതെ പെട്ടെന്ന് ഇത്തരത്തിൽ വൈകാരികമായ പ്രതികരണം ഉണ്ടായേക്കാവുന്ന ഒരു സ്ഥലത്ത് SIT പരിശോധന നടത്തിയതിലും വിമർശനം ഉയർന്നു. എന്തായാലും SITയുടെ അന്വേഷണം അതിൽ പ്രതീക്ഷയുണ്ട്. വരും ദിവസങ്ങളിലും കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഈ സാക്ഷിയുടെ അഭിഭാഷകരും ഒപ്പം സുജാത ഭട്ടിന്റെ അഭിഭാഷകരും വ്യക്തമാക്കുന്നത്. അതായത് അനന്യ ഭട്ടിന്റെ തിരോധാന കേസുമായി പരാതി നൽകിയ വ്യക്തിയാണ് അമ്മ സുജാത ഭട്ട്.
ഇവരുടെ അഭിഭാഷകനാണ് ധനഞ്ജയൻ. ഇവരാണിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ പരിശോധന തെരച്ചിലില്ല, നാളെയാണ് ഇനി പ്രധാനപ്പെട്ട തെരച്ചിൽ നടക്കുക. അത് ഇനി ഒരു പക്ഷേ ഈ ക്ഷേത്രഭൂമിയിൽ തന്നെ ആയിരിക്കുമോ, അതല്ല വനമേഖലയോടുകൂടി ചേർന്ന സ്ഥലത്ത് ഈ ഒരു പുതിയ സാക്ഷി, ഒരു സ്ത്രീ സാക്ഷി വന്നിട്ടുണ്ട്, ആ സ്ഥലമായിരിക്കുമോ പരിശോധിക്കുക. ഏതായാലും SIT ഇത്തരം വിവരങ്ങളൊന്നും വിശദാംശങ്ങളൊന്നും പുറത്തുവിടാറില്ല. സർപ്രൈസ് സ്പോട്ടുകളിലേക്കാണ് SITയുടെ നീക്കം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി അങ്ങനെയാണ് കണ്ടത്. ഏതായാലും 13ാമത്തെ പോയിന്റിലും ഇനി പരിശോധന ബാക്കിയുണ്ട്. ഇവിടെ ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവന്ന് ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം പോലുള്ള ഉപകരണങ്ങൾ കൊണ്ടുവന്ന് പരിശോധന നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും കുഴിച്ച് പരിശോധിക്കുക. ഇത് ഒരു നിർണായക പോയിന്റാണ്. ഇവിടെ കൂടുതൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെന്ന് സാക്ഷി വെളിപ്പെടുത്തിയ സ്ഥലം കൂടിയാണ്. എന്തായാലും ഇനി നാളത്തെ ദിവസം ധർമ്മസ്ഥലയിൽ ഇനി SITയുടെ നീക്കമെന്ത്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതുവരെ ഉണ്ടായ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ SIT പുറത്തുവിടുമോ, അതും വളരെ ഗൗരവമുള്ള കാര്യമാണ്. അത് ഇനി ഒരു പക്ഷേ നാളെ അല്ലെങ്കിൽ 2 ദിവസത്തിനകം പുറത്തുവിടുമെന്ന ഒരു സൂചന ലഭിക്കുന്നുണ്ട്. കൂടുതൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ആ തെളിവുകളെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ആ പരിശോധനാ ഫലവും അടുത്ത ആഴ്ചയോടുകൂടി പുറത്തുവരും. ഇതെല്ലാം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. ഇത് ധർമ്മസ്ഥലയിൽ നിന്നും KB ബൈജു, ന്യൂസ് 18. മാണി ഗ്രൂപ്പിന് ശക്തിയില്ലെന്ന CPIയുടെ കടന്നാക്രമണത്തോട് കരുതലോടെ പ്രതികരിച്ച കേരള കോൺഗ്രസ് എം. വാർത്തകളോട് ജോസ് പ്രതികരിക്കാതിരുന്നപ്പോൾ പാർട്ടി യോഗത്തിനുള്ളിലെ സ്വാഭാവിക ചർച്ചകളെന്നായിരുന്നു റോഷി അഗസ്റ്റിന്റെ പ്രതികരണം. തർക്കം വഷളാകാതിരിക്കാൻ കരുതലോടെ നിലപാടെടുക്കുകയാണ് CPM. വൈക്കത്ത് ചേർന്ന CPI ജില്ലാ സമ്മേളനത്തിലാണ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചുകൊണ്ട് ജില്ലാ സെക്രട്ടറി VB ബിനു കേരള കോൺഗ്രസ് എമ്മിനെതിരെ ആഞ്ഞടിച്ച് രംഗത്ത് വന്നത്. CPM പറയുന്നത് പോലെ ഒരു ശക്തിയൊന്നും കേരള കോൺഗ്രസ് എമ്മിനില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിലും മാണി ഗ്രൂപ്പിന്റെ ശക്തി കേന്ദ്രമെന്ന് പറയുന്ന പാലായിലും കടുത്തുരുത്തിയിലും ദയനീയമായി തോറ്റു. CPIയുടെ ശക്തി കേന്ദ്രമായ വൈക്കത്ത് മാത്രമാണ് തോമസ് ചാഴിക്കാടൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലീഡ് ചെയ്തത്. കേരള കോൺഗ്രസ് എമ്മിന്റെ അണികൾക്ക് ഇപ്പോഴും UDF മനസ്സാണെന്ന് CPI വിമർശിക്കുന്നു. മാധ്യമ വാർത്തകളോട് ജോസ് കെ മാണി പ്രതികരിച്ചില്ല. മന്ത്രി റോഷി അഗസ്റ്റിനാകട്ടെ അത്യന്തം കരുതലോടെയാണ് സംസാരിച്ചത്. ഏതായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കേരള കോൺഗ്രസിന് ഉള്ള സ്പേസ് ഒരിക്കലും ചെറുതാണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല. ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് സ്വീകാര്യത വേണം. ജനങ്ങളിൽ അർപ്പിതമായ വിശ്വാസം നിലനിർത്തണം. അതുകൊണ്ടാണ് മാണി സാർ എടുത്ത രാഷ്ട്രീയ തീരുമാനത്തിനനുസൃതമായി തന്നെ ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ കർഷക താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വന്ന വിശ്വാസത്തോടു കൂടി തന്നെ ആ നിലപാട് സ്വീകരിച്ചു. അതിനൊത്ത മാറ്റം കേരളത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു. കേരളത്തിന്റെ വികസന കാര്യത്തിൽ ഞങ്ങളുടേതായ പങ്കാളിത്തം ഞങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ട, അതിലെ കർഷകർക്ക് തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്നാൽ സർക്കാരിനെതിരെ തന്നെയാണ് CPI പറയുന്നതെന്ന് സ്റ്റീഫൻ ജോർജ് ന്യൂസ് 18നോട് ചൂണ്ടിക്കാട്ടി. അല്ല, CPI എല്ലാ കാലത്തും ഇങ്ങനെ ഒരു വിമർശനത്തിലാണല്ലോ. നേരത്തെ മുതൽ ഉള്ളൊരു കാര്യമാണ്. ഇപ്പം ഞാൻ പത്രമാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യം CPI ഞങ്ങളെ മാത്രമല്ലല്ലോ, ജില്ലാ കമ്മിറ്റി ഇടതുപക്ഷ ജനാധിപത്യം കൊണ്ട് നിശ്ചിതമായി വിമർശിച്ചിരിക്കുക. കൂടാതെ CPIയുടെ 4 മന്ത്രിമാരും പരാജയമാണെന്ന്, ഈ സർക്കാരും പരാജയമാണെന്നെല്ലാമാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അതേസമയം പ്രശ്നം വഷളാകാനുള്ള സാധ്യത CPM മുന്നിൽ കാണുന്നു. അതുകൊണ്ട് തന്നെ പഴികളെല്ലാം മാധ്യമങ്ങൾക്ക് മേൽ ചാരിയാണ് CPM പ്രതികരണം. ഇതുപോലെ അസംബന്ധം നിറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടിട്ടുണ്ടോ? ഒന്ന്, CPIയുടെ ജില്ലാ സമ്മേളനം മാധ്യമപ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ല. LDFനെതിരായ ഒരു നുണ നിർമ്മിക്കാൻ വേണ്ടി എന്ത് കെട്ടുകഥയും CPI സമ്മേളനത്തെ കുറിച്ച് പറയാവുന്ന അവസ്ഥയാണ് കേരളത്തിൽ. CPI സമ്മേളനത്തിൽ ആര് എവിടെ എന്ത് പറഞ്ഞു, അങ്ങനെ പറഞ്ഞാൽ മറുപടി പറയാൻ ശേഷിയുള്ള നേതാക്കന്മാർ CPIക്കുണ്ട്. CPI ബോധപൂർവം പ്രശ്നമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് CPM ആഭ്യന്തരമായി വിലയിരുത്തുന്നുണ്ട്. കേരള കോൺഗ്രസ് എമ്മുമായും ഇതേ അഭിപ്രായം CPM പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇരു പാർട്ടികളും വിഷയത്തെ സംയമനത്തോടെ കാണാൻ തീരുമാനിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്ത് നിൽക്കെ കേരള കോൺഗ്രസിനെ ഒപ്പം കൂട്ടാൻ UDF ശ്രമം തുടരുന്നതിനിടെയാണ് CPIയുടെ കടുംവെട്ട്. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 9,445, പവന് 75,560, 18 ക്യാരറ്റ് ഗ്രാമിന് 7,805, പവന് 62,440, വെള്ളി ഗ്രാമിന് 125, കിലോയ്ക്ക് 1,25,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി.
പകൽ വാർത്ത പൂർണ്ണമാകുന്നു. ഇനി സകലമാന കേരളത്തിൽ അനുശ്രീ ചേരും. നമസ്കാരം.